കൊയ്ക കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചില്ലേ? താടി കണ്ടു വെച്ച ഒരാൾ, അയാൾ കുറെ ആൾക്കാരായിട്ട് വന്നേക്കണം. ഭക്ഷണം ഇഷ്ടായിട്ടോ? നമ്മളെ കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞോ? ഭക്ഷണം ഇഷ്ടമായിട്ടല്ല, അത് ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ്, എന്തോ ചെക്കിങ്ങിന് വന്നേക്കണം. കൊയ്ക വേഗം വന്നേ, വേഗം വാന്ന്. അങ്ങോട്ട് ചെല്ലി, ഞാൻ പറയാം. ചെല്ലി ഇവിടെ വൃത്തിയാക്കണ വെച്ചാലേ ഒന്നും വൃത്തിയാക്കണ്ട, അന്നൊന്നും വൃത്തിയാക്കി. എത്ര നാളായി വെച്ചാലേ ഈ പനിയായിട്ട് ഈ കുളിക്കലോ ഇല്ല. പോട്ടെ, ഈ പനി മാറ്റി. ഇതിപ്പോ സിമെന്റ് ഇട്ട പനിയായിട്ടോ ഓന്റെ പനിയെ. അതിപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ മുഴുവൻ ഈ പകർച്ചപ്പനി കാരണം ഓരോ ഹോട്ടലുകളും നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് വരികയാണ് കേട്ടോ. അപ്പോൾ കംപ്ലൈൻറ്റ് കിട്ടിയ സ്ഥിതിക്ക് നമ്മളൊന്ന് ഊർജിതമായിട്ട് നോക്കും. സാറേ ഇരിക്കും സാറേ, ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കാൻ വന്നല്ലേ? ഭക്ഷണം നമുക്ക് കഴിക്കാം. സാറ് നാളെ ബിരിയാണി കഴിച്ചല്ലേ? അതെന്താ അത്? ഇത് പുളിശ്ശേരിയൻ സാറേ. എന്താണത്? പുളിശ്ശേരിയൻ സാറേ. സാറേ ഗ്ലാസ് ഒന്ന് കഴുകിയില്ല. എവിടെ? ചൂടുവെള്ളത്തിൽ കഴുകണം സാറേ. അത് പിന്നെ എന്താണ് ഇതിലേക്ക് എണ്ണ മുഴുക്കം? എവിടെ നോക്കട്ടെ. ഇത് പൊട്ടിയിരിക്കണ കാരണം കഴുകാൻ ഞാൻ. അവിടെ തീരെ വൃത്തിയില്ല സാറേ. അല്ല, അത് മനസ്സിലായി കേട്ടോ. ഭക്ഷണം ഇരിക്കുന്ന സ്ഥലമാണോ ഇങ്ങനെയൊക്കെ കിടക്കുന്നത്? ഇതൊക്കെ ടേബിൾ തന്നെ ആദ്യം വൃത്തിയായിട്ടില്ല സാറേ. അതിപ്പോ മീൽസിന്റെ ടൈം ആയതുകൊണ്ട് ഇത് കഴിയുമ്പോ ഞങ്ങൾ ഫിനോയിലൊക്കെ ഇട്ട് തുടക്കൂച്ച. വിളിക്കാൻ പോയിട്ട് എവിടെ തന്റെ ഓണർ എവിടെ? എന്താ ചോർന്നോ? എന്ത് മാതിരി ആൾക്കാരൊക്കെ അവിടെ പഠിക്കു വെച്ചേക്കുന്നത് എന്നെ മനസ്സിലായ? ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സുഗതൻ. അറിയാലോ. ഇവിടുത്തെ ഭക്ഷണത്തിന്റെ മഹിമയെ കുറിച്ചൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, അത് അന്വേഷിക്കാൻ വന്നതാ. കംപ്ലൈന്റോ? എവിടെ? കിച്ചൺ എവിടെയാ? കിച്ചൺ അപ്പുറത്താണ്. എന്നാ നമുക്കൊന്ന് പോയേക്കാം. ഞാൻ പൊറാട്ട അടിക്കാനൊന്ന് കാണാനാ. അല്ല വേണ്ട, ഈ ഭക്ഷണങ്ങളുടെ ഒക്കെ സാമ്പിൾ ഒന്ന് പാർസൽ ചെയ്ത് എന്ത് ആ സാമ്പിൾ എടുക്കണോ? കയ്യങ്ങാട് കിട്ടിയ സാറേ. എന്തിന്? അല്ല, സാമ്പിൾ എടുക്കണ്ടേ? കളിക്ക ഇതെല്ലാം ഡബ്ബിയിലാക്കിത്താ. വേറെ ഡപ്പിയില്ല വേറെ. സാർ ഇത് പിടിച്ചു, ഞാൻ പോയി സാമ്പാർ എടുത്തുണ്ടേ. നോക്കി വെക്കണം സാർ. എന്താ ഇത്? ഞാനിപ്പോ ഇതെന്ത് ചെയ്യും? ഇത് മാറ്റിക്കളത് ഭയങ്കര ബോറാത്. എന്റെ വേറെ ഇല്ല, എന്തെങ്കിലും എടുത്ത് മറക്കിയത്. എന്താണ് ഞങ്ങളുടെ കിച്ചൺ? വല്ല കുഴപ്പമുണ്ടോ? നോക്കിയതാ എത്രക്കുള്ള കേട്ടോ, ഒരു കുഴപ്പമില്ല. നല്ല വൃത്തിയുള്ള അങ്ങോട്ട് പോവാ. ഇതാണ് വൃത്തിയുള്ള സ്ഥലം. ഈച്ച ഇറക്കണത് ഇത് ഇറച്ചി കൊത്തുന്ന മുട്ടയാണ്. ഇത് സാധാരണ ഇറച്ചി കൊത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുരണ്ടി വൃത്തിയാക്കണം. എന്നിട്ട് 4 പേരും ഡെറ്റോൾ ഒഴിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ഈച്ച വന്നിരിക്കും. ആ ഈച്ച ഭക്ഷണ പദാർത്ഥത്തിൽ വന്നിരിക്കും. അതല്ലേ ജനങ്ങൾ കഴിക്കുന്നത്. നമ്മളെല്ലാ ദിവസവും വൈകുന്നേരം വൃത്തിയാക്കും സാറേ. അതെ, അത് ആ ഈച്ചകൾ ഇറച്ചി മാത്രമേ കഴിക്കൂ, വേറെ ഒന്നും കഴിക്കില്ല. വേറെ ഒരു ഇതിൽക്കും പോവില്ല. ഇയാളാരെ? ഞാൻ ബറോട്ട അടിക്കുന്ന ആളാ. എന്ത് പനിയാനാട്ടോ? ആദ്യം ഭക്ഷണം ഉണ്ടാക്കുന്ന മനുഷ്യർക്ക് വൃത്തി വേണം.